ഇന്നത്തെ ഉച്ചയൂണിന് ഇവനെ തട്ടി നല്ല അസലൊരു കറി തയ്യാറാക്കിയിട്ടുണ്ട് കേട്ടോ. നല്ല കുടപ്പുളിയും തേങ്ങാപ്പാലൊക്കെ ഒഴിച്ചിട്ട് പിന്നെ മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് എന്നും ഒരേ മസാലപ്പൊടിയല്ലേ, അതൊന്നും മാറ്റി പിടിച്ച് കുറച്ച് വറ്റൽമുളക്, കുറച്ച് ചെറിയ ഉള്ളി, കുറച്ച് വെളുത്തുള്ളി, 1 ഇഞ്ച് വലുപ്പത്തിലുള്ള ചെറിയൊരു കഷ്ണം ഇഞ്ചി, അതുപോലെ തന്നെ നല്ല എരിവുള്ള ചൂനിയ മുളകും ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ നരയ്ക്കുന്നുണ്ട്. കൂട്ടത്തിലെ പൊടികളായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും കല്ലുപ്പും മാത്രമാണ് കേട്ടോ ചേർക്കുന്നത്. പിന്നെ കുറച്ച് വിനാഗിരിയും കൂടി ചേർത്തിട്ട് നല്ല പോലെ ഒന്ന് തേച്ച് പൊത്തി വെക്കുന്നുണ്ട് കേട്ടോ. ഒരു 10-15 മിനിറ്റ് മാത്രമേ വെക്കുന്നുള്ളൂ. അതിനുശേഷം നമ്മൾ നല്ല ചീനച്ചട്ടിയിൽ ഒരു ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചിട്ട് അകവും പുറവും നല്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തിരിച്ചും മറച്ചു ഇട്ടിട്ട് അങ്ങ് പൊരിച്ചെടുക്കാണ് കേട്ടോ ചെയ്യുന്നത്. ആ ഒരു വാഴയിലയുടെ സ്മെല്ലും കൂടി ഇരുന്നോട്ടെ എന്ന് കരുതിയിട്ട് മൂടിക്ക് പകരം വാഴയില വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഈ മീൻ വറുത്തെടുത്തത്. നല്ല കിടിലൻ ടേസ്റ്റാണ്. ആ ഒരു മസാലക്കൂട്ടിൽ ഈ ഒരു മീൻ പൊരിച്ചതുണ്ടല്ലോ, അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതങ്ങോട്ട് കുഴച്ചുരുട്ടി ചോറിന് അതിനേക്കാളും ടേസ്റ്റാണ്. നമ്മുടെ മസാലക്കൂട്ടൊക്കെ കരിഞ്ഞു പോകാതിരിക്കാൻ നല്ല ലോ ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചിട്ട് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ നമ്മുടെ കിടിലൻ ഫിഷ് ഫ്രൈ ഇവിടെ തയ്യാറായിട്ടുണ്ട് കേട്ടോ. ഒരിക്കലെങ്കിലും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ, തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ ടാറ്റാ ബൈ ബൈ, സീ യു.